പോക്കറ്റിലിട്ട് നടക്കുക, എന്നിട്ട് അതിനൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക. ഏതെങ്കിലും അതിൽ കൂടെ ഒരു മൊബൈലോ വയർലെസ്സോ അവിടെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ അങ്ങോട്ട് ചെന്നാൽ അത് അങ്ങോട്ട് ഓഫ് ആകണം. അങ്ങനത്തെ യൂണിറ്റ് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം 3000-4000 റുപ്യൊക്കെ വിലയുണ്ട് ആ സാധനത്തിന്. പല പോലീസ് സ്റ്റേഷനിലേക്കും അത് വേണമെന്ന് കമ്മീഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തും അത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മെ ചിത്രമെടുക്കുന്നത് തടയാൻ ഭാവിയിൽ ഇത്തരം അപൂർവ കുപ്പായങ്ങൾ കൂടിയേ തീരൂ. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും വേറൊരു ചിപ്പ് ഡിസൈൻ ചെയ്യേണ്ടി വരും. എന്തിന്? ചിത്രങ്ങൾ എടുക്കാതിരിക്കാനുള്ള ചിപ്പ്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു വിദ്യ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു പറ്റം ശാസ്ത്രജ്ഞന്മാർ അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പരിധിവരെ ആശംസിക്കാം. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ. ഇനി മറ്റൊന്ന് പറയാനുള്ളത് മക്കളെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. ഒരല്പം ശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമുക്ക് വേണം. ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ ആദ്യം തൊട്ടേ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക. അല്ലാതെ ഒരു 18 വയസ്സ് ഇവിടെ വാടാ എന്ന് പറഞ്ഞാലോ അങ്ങോട്ട് പോകും. പകരം 5-6 വയസ്സാകുമ്പോഴേ തന്നെ മുന്നോമന സന്താനത്തെ വിളിച്ചു കൂട്ടിയിട്ട് മൊബൈൽ എന്താണ്, നീലെന്താണ്, പച്ച എന്താണ്, വൃത്തിയേട് കണ്ട അയ്യേ എന്നുള്ള ഒരു ചിത്രം അവനിൽ ഉണ്ടാക്കുക. എന്നും അവനെ കുറിച്ച് സംസാരിക്കുക. അവന്റെ പേഴ്സണൽ ലൈഫിൽ ഉമ്മയും ഉപ്പയും ഇടപെടുക. ഒരു ഫാമിലി ഫ്രണ്ടായി മാറുക മക്കളോട്. അല്ലാതെ ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് നിന്നും ഒരു ഫ്രണ്ടായി മാറുക. കാരണം ഞാൻ അത് പറയാൻ കാരണം 7 വയസ്സായ എൻ്റെ മോള് സ്കൂളിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന്. അവൾ അവളുടെ ടീച്ചർക്ക് എഴുതി കൊടുത്തു, ഹംസ 5 മുക്കിൽന്ന്. ഉടനെ ടീച്ചർ ഏതാ ഈ കുട്ടി? അത് കുട്ടിയല്ല മാഡം ടീച്ചർ, അതെന്റെ ഫാദറാണ്. ടീച്ചർ പെട്ടെന്ന് സ്റ്റക്കായി പോയി. എന്റെ മോള് എന്നെ ഫ്രണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇന്നും വീട്ടിൽ വളരെ ഫ്രണ്ട്ലിയാണ്. ഏത് കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും, എല്ലാം ചർച്ച ചെയ്യും. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾ ഒരു പരിധിവരെ നമ്മുടെ കയ്യിലേക്ക് എത്തും, നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി പ്രായപൂർത്തിയായ യുവാക്കൾ യുവതികൾ മനസ്സിലാക്കുന്നത് നാം അറിയാതെ ദുരന്തത്തിൽ പോയി ചാടുന്നുണ്ട്. സാങ്കേതിക വിദ്യ കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പുസ്തകങ്ങളിലൂടെയും ഇന്റർനെറ്റിലൂടെയും മറ്റ് CD-യിലൂടെയൊക്കെ ഇതൊക്കെ കണ്ട് കേട്ടും പഠിക്കുക. അത്യാവശ്യം ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. SSLC +2 വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ. പഠിക്കുന്നവർക്കെല്ലാം ജോലി നൽകുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓട്ടോ ഇലക്ട്രോണിക്സ് ആക്സസറീസ് നിർമ്മാതാക്കൾ ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടക്കൽ. കേരളത്തിലെ എല്ലാ സിറ്റികളിലേക്കും ഡീലേഴ്സിനെ ക്ഷണിക്കുന്നു. ഡീലേഴ്സ് അന്വേഷണത്തിന് ഡീലർ എന്നും കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഓട്ടോ എന്നും ടൈപ്പ് ചെയ്ത് 9961959595 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി ജംഗ്ഷൻ, കോട്ടയ്ക്കൽ. കളവ് പോകുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ GPS ട്രാക്കർ. ട്രാവൽ ഓപ്പറേറ്റേഴ്സിനും പാർസൽ ഓപ്പറേറ്റേഴ്സിനും തികച്ചും ആവശ്യമായൊരു ഉൽപ്പന്നം. നിങ്ങളുടെ വാഹനം ഇപ്പോഴെവിടെയെന്ന് ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ മുഖേന അതിവേഗം കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക സംവിധാനം GPS ട്രാക്കർ. നിർമ്മാതാക്കൾ ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടയ്ക്കൽ.